ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ വീട്ടിലെ എ സി സർവീസിന് ആളെ വിളിക്കാതെ നമ്മൾക്ക് എങ്ങനെ എ സി ഫിൽറ്ററും എ സിയുടെ ഉള്ളിലൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ കവറിൻ്റെ അപ്പുറം ഇപ്പുറം 2 ക്ലിപ്പുകളാണ് ഉള്ളത്. അത് നമുക്ക് ഒന്ന് സ്ലോവിൽ ഇങ്ങനെ ഇതേപോലെ മുകളിലേക്ക് ഒന്ന് ഉയർത്തിയാൽ ആ 2 ക്ലിപ്പും അങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെ മുകളിലോട്ടൊന്ന് ഡോർ പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് പവർ പ്ലഗ് എപ്പോഴും റിമൂവ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. രണ്ട് ഫിൽറ്ററാണ് ഇതിനുള്ളത്. ഫിൽറ്ററിൻ്റെ അടിഭാഗത്ത് നിന്നും മുകളിലോട്ട് ഉയർത്തിയാൽ ഫിൽറ്റർ റിമൂവ് ആകും. എന്നിട്ട് ഇതേപോലെ അഴിച്ചെടുക്കുക. ഇത് മുഴുവൻ കാണുന്നത് അഴുക്കാണ്. മാസം മാസം ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അലർജി പോലുള്ള അസുഖങ്ങളും വരും. എ സിയുടെ തണുപ്പ് കുറയുകയും ചെയ്യും. എ സിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ വെള്ളത്തിൻ്റെ ഒരംശം വീടിൻ്റെ അകത്തേക്ക് തുള്ളി തുള്ളിയായി വീഴാനും സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പഴയ പെയിൻറ്റിങ് ബ്രഷ് അതൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഇതിൽ കൂടുതൽ ഡസ്റ്റ് ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് പഴയ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് താഴോട്ട് നിന്ന് മുകളിലോട്ട് മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. വലത്തോട്ടോ ഇടത്തോട്ടോ ക്ലീൻ ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. കാരണം അതിൻ്റെ ഷെല്ല് വളരെ ബലം കുറഞ്ഞതാണ്. അത് ചിലപ്പോൾ ബെൻഡാവും. അതുകൊണ്ടാണ് ഇടത്തോട്ടും വലത്തോട്ടും ക്ലീൻ ചെയ്യരുതെന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ എ സിയുടെ കണ്ടൻസറിൻ്റെ ക്ലീനിങ്ങും എ സിയുടെ പുറത്തുള്ള ഡസ്റ്റും അകത്തുള്ള ഡസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞ് ഇനി നമുക്ക് ഫിൽറ്റർ പിടിപ്പിക്കാം. ഫിൽറ്ററിൻ്റെ അടിഭാഗമാണ് ഇതിവിടെ ഒരു ക്ലിപ്പ് വരും, പിന്നെ 2 റെയിൽ വരും. ഈ ഫിൽറ്റർ ഉള്ളിലേക്ക് പോകാനുള്ള 2 റെയിൽ അതിലോട്ട് പതുക്കനെ അങ്ങനെ ഇതേപോലെ കിടത്തി വിട്ടതിന് ശേഷം ഇതിന് 2 ക്ലിപ്പ് വരും. ആ ക്ലിപ്പ് ഒന്ന് വരുന്നത് കാണിച്ചു തരാം. ഇത് വേണ്ട, അതിൻ്റെ ഈ 2 വെള്ള ഇത് കണ്ടില്ലേ, അതിൻ്റെ അടിയിലേക്ക് ഇത് കയറ്റി വെക്കണം. ഒന്ന് കയറ്റി മറ്റതും കയറ്റി വെച്ച് അപ്പോൾ ഫിൽറ്റർ ഓക്കെ. അതേപോലെ തന്നെ അടുത്തതും എടുത്തിട്ട് അതേപോലെ തന്നെയാണ് അതിൻ്റെ ഫിറ്റിങ്ങും വരുന്നത്. ഫിൽറ്റർ 2ലെ അളവിലോ രൂപത്തിലോ മാറ്റമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വിഷയമില്ല. അതേപോലെ തന്നെ ഒരു റെയിലുണ്ട്, ആ റെയിലിലേക്ക് കറക്റ്റാക്കി കയറ്റിയിട്ട് വെക്കുക. അതുപോലെ ആ ക്ലിപ്പിടുക. ഇനിയും ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.